ഹെൽത്ത് റിസർച്ച് സ്കോളറിലേക്ക് സ്വാഗതം. മെഡിക്കൽ രംഗത്തെ നൂതന ആശയങ്ങളെ പരിചയപ്പെടുത്തുന്ന ചാനലാണ് ഹെൽത്ത് റിസർച്ച് സ്കോളർ. ഇത്തവണ നമ്മൾ സംസാരിക്കുന്നത് ഡാലിയെക്കുറിച്ചാണ്. ഡാലി എന്നത് വളരെ അടുത്ത കാലത്തെന്ന് പറഞ്ഞാൽ ഒരു 10-20 വർഷമായി മാത്രം പ്രചാരത്തിൽ വന്നിട്ടുള്ള ഒരു സങ്കല്പമാണ്. ഡാലി എന്നതിൻ്റെ മുഴുവൻ അതൊരു ചുരുക്കപ്പേരാണ്. ഡിസബിലിറ്റി അഡ്ജസ്റ്റഡ് ലൈഫ് ഇയേഴ്സ് എന്നാണ് അതിൻ്റെ മുഴുവൻ വാക്ക്. അതായത് രോഗാതുരത എത്രത്തോളം ആഘാതം ഒരു സമൂഹത്തിൽ ഏൽപ്പിക്കുന്നുണ്ട് എന്നുള്ളത് കണക്കാക്കുന്ന യൂണിറ്റാണ് ഡിസബിലിറ്റി അഡ്ജസ്റ്റഡ് ലൈഫ് ഇയേഴ്സ്. ഈ ഡിസബിലിറ്റി അഡ്ജസ്റ്റഡ് ലൈഫ് ഇയേഴ്സ് എന്താണ് എന്ന് അറിയണമെങ്കിൽ ആദ്യം ലൈഫ് ഇയേഴ്സ് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതൊരു ഏകദേശ കണക്കാണ്. അതായത് ഇപ്പോൾ ഒരു സമൂഹത്തിൻ്റെ പ്രതീക്ഷിത ആയുർദൈർഘ്യം നമ്മൾ ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയും. അതായത് ഒരു സമൂഹത്തിൽ ആളുകൾ സാധാരണ നിലയ്ക്ക് എത്ര വയസ്സ് വരെ ജീവിച്ചിരിക്കും എന്നുള്ളതിൻ്റെ ഒരു മതിപ്പ് കണക്കാണ് ഈ ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഇന്ത്യയിലൊക്കെ 75 വയസ്സെന്ന് നമുക്ക് റഫായിട്ട് പറയാൻ പറ്റും. വേറെ ചില സമൂഹങ്ങളിൽ ജപ്പാനിലുമൊക്കെ 80 വയസ്സോ അതിന് അപ്പുറമൊക്കെയുള്ള രാജ്യങ്ങളുണ്ട്. അപ്പോൾ നമുക്കുള്ളത് 75 അങ്ങനെയാണെങ്കിൽ 75 വയസ്സ് വരെ എല്ലാവരും ജീവിച്ചിരിക്കണം എന്നാണ് സങ്കല്പം. പക്ഷേ അത് നടക്കുന്നില്ല. കുറച്ച് പേര് അതിനപ്പുറം ജീവിക്കും, കുറച്ച് പേര് അതിന് മുമ്പേ മരണപ്പെട്ടു പോകും. അപ്പോൾ ഒരു രോഗത്തിൻ്റെ ആഘാതം കണക്കാക്കണമെങ്കിൽ ഈ ലൈഫ് ഇയേഴ്സിൽ എത്ര ലൈഫ് ഇയേഴ്സ് ആ രോഗം കൊണ്ട് നഷ്ടപ്പെടുന്നു എന്ന് നമ്മൾ കണക്ക് കൂട്ടണം. അതാണ് ഡിസബിലിറ്റി അഡ്ജസ്റ്റഡ് ലൈഫ് ഇയേഴ്സ്. ഇപ്പോൾ നമുക്ക് 75 പേരെ ഒരു വയസ്സ് വരെ നമ്മൾ ജീവിച്ചിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു 10,000 പേരുണ്ടെങ്കിൽ അവരുടെ മൊത്തം ലൈഫ് ഇയേഴ്സ് എന്ന് പറയുന്നത് 7,50,000 അപ്പോൾ അതിൽ നിന്ന് എത്ര ലൈഫ് ഇയേഴ്സ് ഒരു പ്രത്യേക രോഗം കൊണ്ട് നഷ്ടപ്പെടുന്നു എന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റും. ഒരു ഉദാഹരണം പറഞ്ഞാൽ 50-ാം വയസ്സിൽ ഹൃദ്രോഗം കൊണ്ട് 5 പേർ മരിച്ചു പോകുന്നു എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഓരോരുത്തർക്കും 25 കൊല്ലം നഷ്ടപ്പെടുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 125 ലൈഫ് ഇയേഴ്സ് ആ പ്രത്യേക രോഗം കൊണ്ട് ആ സമൂഹത്തിൽ നഷ്ടപ്പെടുന്നുണ്ട്. അത് നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അതുകൂടാതെ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പറഞ്ഞാൽ ചിലർക്ക് 60 വയസ്സിൽ 5 പേർക്ക് രോഗം വരുന്നു എന്നിരിക്കട്ടെ. പക്ഷേ അവർ മരിക്കുന്നില്ല. 60-ാമത്തെ വയസ്സിൽ ഹൃദ്രോഗം കൊണ്ട് മരിക്കുന്നു. അപ്പോൾ അവർക്ക് 5 × 15 75 ലൈഫ് ഇയേഴ്സ് നഷ്ടപ്പെടുന്നു. പിന്നെയും കുറവ് വരുന്നു കുറച്ച് പേര്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെയും ഇവരുടെയും എല്ലാം കൂടെ കൂട്ടി നമ്മൾ എടുക്കാൻ സാധിക്കും. അതുപോലെ ഓരോ രോഗം മൂലവും എത്രത്തോളം ലൈഫ് ഇയേഴ്സ് നഷ്ടപ്പെടുന്നു എന്നുള്ളത് നമുക്ക് കൂട്ടാനും സാധിക്കും. അതുപോലെ അത് തമ്മിൽ താരതമ്യപ്പെടുത്താനും സാധിക്കും. ഇതുകൂടാതെ ഇനി രോഗം പോലും മരിച്ചു പോകാതെ ചിലർ കൂടുതലായിട്ട് ജീവിച്ചിരിക്കും. 10 പേർ 60-ാം വയസ്സിൽ ഹൃദ്രോഗം വരുന്നു, പക്ഷേ അവർ മരിക്കുന്നില്ല, അവർ പിന്നീടും ജീവിക്കുന്നു എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ പിന്നീട് 60 വയസ്സിന് ശേഷം അവർ ജീവിച്ചിരിക്കുന്ന ഓരോ വർഷവും ഒരു മുഴുവൻ വർഷമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. അപ്പോൾ അതിൽ കുറച്ച് നമ്മളതിൻ്റെ ക്വാളിറ്റി കുറയുന്നതുകൊണ്ട് നമ്മളൊരു മുഴുവൻ വർഷത്തിന് പകരം ഒരു കണക്ക് പറഞ്ഞാൽ ഒരു പകുതി വർഷം എന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ അവർക്ക് 15 വർഷം പിന്നീട് അവർ ജീവിച്ചിരുന്നിട്ട് 75 വയസ്സിൽ മരിച്ചു പോകുമ്പോൾ അപ്പോൾ ഈ 10 പേർക്കും കൂടി 15 വർഷം ജീവിച്ചിരിക്കുമ്പോൾ പക്ഷേ 15 ഫുൾ വർഷത്തിൽ നിന്ന് അതിൻ്റെ പകുതി അവർക്ക് നഷ്ടപ്പെടുന്നു. അത് അങ്ങനെ ആ രീതിയിൽ കണക്കാക്കുമ്പോൾ ഒരു 75 ലൈഫ് ഇയേഴ്സാണ് പിന്നീട് അവർക്ക് കിട്ടുന്നത് 150-ന് പകരം. കാരണം 150 വർഷം അവർക്ക് കിട്ടേണ്ടതാണ്. പക്ഷേ അതിൽ ഈ ക്വാളിറ്റി കുറയുന്നതുകൊണ്ട് അവർ ഈ ഹൃദ്രോഗം കൂടി കൊണ്ടാണ് ജീവിക്കുന്നത്, പൂർണ്ണ ആരോഗ്യത്തോടെ അല്ല ജീവിക്കുന്നത്. അതുകൊണ്ട് അതിൽ പകുതി നമ്മൾ കുറയ്ക്കുന്നു. അതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതും കൂടി നമ്മുടെ ഈ ഡാലിയിലോട്ട് ചേർക്കണം. ഹൃദ്രോഗത്തിൻ്റെ ഡാലികൾ കണക്കാക്കുമ്പോൾ മരിച്ചുപോയവരുടെയും ഹൃദ്രോഗം വന്ന് പിന്നീടും കുറച്ചു കാലം ജീവിക്കുന്നവരുടെയും എത്രത്തോളം ഡാലി നഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതെല്ലാം കൂടെ കൂട്ടി കണക്കാക്കുന്നതാണ് ഹൃദ്രോഗം കൊണ്ടുള്ള ഡാലികളുടെ നഷ്ടം. അങ്ങനെയാണ് നമ്മളത് പറയുന്നത്. അപ്പോൾ അതേപോലെ സ്ട്രോക്ക് കൊണ്ടുണ്ടാകുന്ന ഡാലികളുടെ നഷ്ടം, ഡയബറ്റിസ് കൊണ്ടുള്ള ഡാലികളുടെ നഷ്ടം, ആക്സിഡൻറ്റ് കൊണ്ടുണ്ടാകുന്ന ഡാലികളുടെ നഷ്ടം, അങ്ങനെ എല്ലാ ഡാലികളുടെ നഷ്ടം നമുക്ക് കണക്കാക്കാം. ഇങ്ങനെ കണക്കാക്കുന്നതുകൊണ്ടുള്ള കാര്യം ഒന്ന് തമ്മിലുള്ള താരതമ്യം പറ്റും. ഹൃദ്രോഗത്തിനാണോ കൂടുതൽ നമുക്ക് നഷ്ടം വരുന്നത് അതോ ആക്സിഡൻ്റ് ആണോ സമൂഹത്തിൽ എന്ന് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ 2 തലങ്ങളിൽ 2 ടൈം പോയിൻറ്റിൽ ഇപ്പോൾ 1990-കളിൽ അല്ലെങ്കിൽ 2000-ൽ നിന്ന് നമുക്കിപ്പോൾ എത്രത്തോളം ഈ നഷ്ടം കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട് എന്ന് കണക്കാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ
പല രാജ്യങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്യാൻ സാധിക്കും. ഇതിനാണ് ഡാലി എന്ന് പറയുന്ന യൂണിറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വളരെ പ്രയോജനപ്രദമായ ഒരു കണക്കാണിത്. അതുപോലെ തന്നെ പല രാജ്യങ്ങൾ തമ്മിലും ഡാലികൾ വച്ച് നമുക്ക് താരതമ്യങ്ങൾ നടത്താൻ സാധിക്കും. ഡാലികൾക്ക് അവയുടേതായ പ്രശ്നങ്ങളുണ്ട്, അതിലേക്ക് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. പക്ഷേ ഡാലി എന്ന് പറയുന്നത് ഇപ്പോൾ ഹെൽത്തിൽ ഉപയോഗിക്കുന്ന വളരെ പ്രാചുര്യമുള്ള, വളരെ പ്രചാരത്തിലുള്ള ഒരു സങ്കല്പമാണ്. ഇനി ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം.